എവിടെ നിന്നോ ആർത്തുലച്ച് പെയ്തു വന്ന മഴ അവനെ നനച്ചിരുന്നു. പെയ്യാൻ വിതുമ്പി നിൽക്കുന്ന മഴ പോലെ അവൾ അവന് മുന്നിൽ നിറമിഴിയാലെ നിന്നു. പാർവതി! അവൻ്റെ ചുണ്ടിൽ നിന്ന് വീണ ശബ്ദം മതിയായിരുന്നു അവൾക്ക് പുനർജീവൻ എടുക്കാൻ. ഓടുകയായിരുന്നു അവൻ്റെ അടുത്തേക്ക്. ആ മഴയിലും അവനെ ഇറുകെ പുണർന്നുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. താൻ കാണുന്നത് സ്വപ്നമാവരുതേ എന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ച് അവളുടെ സീമന്തരേഖയിലെ കുങ്കുമം നനഞ്ഞൊഴുക്കി അവൻ്റെ രോമാവൃതമായ നെഞ്ചിൽ അലിഞ്ഞു ചേർന്നു. കരയല്ലേടി, ഞാൻ തിരിച്ചു വന്നില്ലേ? അവനിൽ നിന്നും പ്രതികരണമുണ്ടായിട്ടും അവൾ അവനിൽ നിന്നും അകന്നു മാറാതെ നിന്നു. ഏയ് നോക്ക്, ഇതാരാണെന്ന്. പെട്ടെന്നാണ് കാശി ചൂണ്ടിയ സ്ഥലത്തേക്ക് അവൾ നോക്കിയത്. ഉമ്മറത്ത് ഒരു വശത്തേക്ക് മഴ കൊള്ളാതെ കയറി നിൽക്കുകയാണ് ഒരു യുവാവ്. ശ്രാവണാണത്. കാശിയുടെ മറുപടിയിൽ നിന്ന് അവൾക്കത് ശ്രാവണാണെന്ന് മനസ്സിലായി. ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു അവനെ. വാ! അവർ 3 പേരും ഉമ്മറത്തേക്ക് കയറി നിന്നു. എവിടെയായിരുന്നു ഇത്രയും കാലം? ഞാൻ എത്ര പേടിച്ചു എന്നറിയോ? ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിതുമ്പി പറയുന്നവളെ നോക്കി കാശി കുസൃതിയോടെ ചിരിച്ചു. എല്ലാം പറയാം, ഒരുപാട് കഥയുണ്ട്. ആദ്യം എൻ്റെ മോള് പോയി ഒരു തോർത്തെടുത്ത് കൊണ്ടുവാ. നന്നായി നനഞ്ഞു നിൽക്കുക. ആ നിൽക്ക്! വെപ്രാളപ്പെട്ട് അകത്തേക്ക് ഓടുന്നവളെ നോക്കിക്കൊണ്ട് കാശി നിന്നു. എന്താ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഉമ്മറത്ത് വെറുതെ നിൽക്കുകയായിരുന്ന ശ്രാവണിനെ നോക്കിക്കൊണ്ട് കാശി പറഞ്ഞു. ഏയ്, ഞാൻ വീട്ടിൽ പോട്ടേടാ. നീ എന്തായാലും ഇന്ന് പോണ്ട. ബാക്കി കാര്യങ്ങൾ നാളെ തീരുമാനിക്കാം. അച്ഛാ! പെട്ടെന്നാണ് ശബ്ദം കേട്ടിടത്തേക്ക് അവർ 2 പേരും ഒരുമിച്ച് നോക്കിയത്. കട്ടളപ്പടിമേൽ കണ്ണും തിരുമ്മിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. കണ്ടാലേ അറിയാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതാണെന്ന്. ആ അച്ഛൻ്റെ കണ്ണാ, വാ! കാശി കൈനീട്ടിയതും കണ്ണനോടി അവൻ്റെ മേൽ കയറി. അച്ഛൻ എവിടെ പോയതാ? എത്ര ദിവസമായി? അമ്മ എന്നും കരയും. കെറുവെച്ച് പറയുന്നത് പോലെ കണ്ണൻ പറഞ്ഞു. അച്ഛൻ വന്നില്ലേ മോനെ? ഇനി അമ്മയുടെ കണ്ണ് ഒരിക്കലും നനയില്ലാട്ടോ. പെട്ടെന്നാണ് ഗേറ്റ് കടന്ന് ഒരു ബുള്ളറ്റ് അങ്ങോട്ട് വന്നത്. അതിൽ നിന്നിറങ്ങുന്ന ആളെ കണ്ടതും കാശി കണ്ണനെ താഴെ ഇറക്കിക്കൊണ്ട് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഡാ ദുഷ്ട! പരസ്പരം എന്ത് പറയണമെന്ന് ദേവനും കാശിക്കും അറിയില്ലായിരുന്നു. ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ദേവൻ അവനെ അടിച്ചുകൊണ്ടിരുന്നു. എവിടെയായിരുന്നു ഇത്രയും കാലം? എത്ര വേദനിച്ചു എന്നറിയോ? നിന്റെ പെണ്ണിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യം നോക്കിയോ? പറയടാ. ഏയ്, എല്ലാം പറയാം. ഇത് ശ്രാവൺ, നിനക്കറിയില്ലേ? അല്പം മാറി നിൽക്കുന്ന ശ്രാവണിനെ നോക്കിക്കൊണ്ട് കാശി പറഞ്ഞു. അപ്പോഴാണ് അവിടെ നിൽക്കുന്ന ശ്രാവണിനെ ദേവൻ ശ്രദ്ധിച്ചത് പോലും. പെട്ടെന്നാണ് ദേവൻ്റെ അടുത്ത് നിൽക്കുന്ന രാധുവിൻ്റെ നെഞ്ചോടൊട്ടിച്ചേർന്ന് കിടക്കുന്ന മഞ്ഞ ചരടിൽ കോർത്ത ആലിലെ താലി കാശി ശ്രദ്ധിച്ചത്. പറയാം, കാശിയെ നോക്കിക്കൊണ്ട് ദേവൻ പറഞ്ഞു. അപ്പോഴേക്കും പാർവതി ടവലുമായി തിരിച്ചു വന്നിരുന്നു. ദേവൻ കാണിച്ചു കൊടുത്ത മുറിയിലേക്ക് ശ്രാവണും പോയി. അന്ന് രാത്രി കോരിച്ചുരിഞ്ഞ മഴയിലും കാശിയുടെ നെഞ്ചോട് ഒട്ടിച്ചേർന്ന് കിടക്കുകയായിരുന്നു പാർവതി. അന്ന് ആ ഇടിമിന്നലോട് കൂടിയ രാത്രി കാശി പാർവതിക്കായി ഒരു കഥ പറഞ്ഞു കൊടുത്തു. കഴിഞ്ഞ 2 മാസങ്ങളുടെ മുഴുവൻ കഥ. തൃച്ചംബരമുറ്റത്ത് ശ്രാവണിനെ യാത്രയാക്കാൻ നിൽക്കുകയായിരുന്നു കാശിയും ദേവനും. നിനക്ക് 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഇല്ലടാ, അവളെയും കുഞ്ഞിനെയും കാണാൻ കൊതിയാവുന്നു. ഇപ്പോൾ തന്നെ അവൾ ഒരുപാട് അനുഭവിച്ച് കാണും. ലവ് മാരേജ് ആയതുകൊണ്ട് അച്ഛനും അവളെ ഒട്ടും ഇഷ്ടമല്ല. എന്നാ ശരിയളിയാ, പോയിട്ട് വാ. കാശി ശ്രാവണെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇനിയൊരു തിരിച്ചുവരവില്ലടാ. നേരെ ഇനി UK പോവാ. ലക്ഷ്മി, അവളെ നിന്റെ അച്ഛൻ നേരെ കൊണ്ടുപോയി. ദേവനത് പറഞ്ഞതും കാശി ഒരു നിമിഷം അവനെ നോക്കി. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് സ്വഭാവം. അവളെയും കുഞ്ഞിനെയും തന്നെയാക്കി പോയി. അപ്പോൾ ശരി, ഇനിയൊരു യാത്ര പറച്ചിലില്ല. 2 പേരെയും നോക്കി ഒരു നനുത്ത ചിരിയോടെ കാറിൽ കയറി പോകുന്ന ശ്രാവണെ നോക്കി 2 പേരും നിന്നു. ആ കാറ് തൻ്റെ കണ്ണിൽ നിന്നും മായുന്നത് വരെ. കാശി ദേവനെ തട്ടി വിളിച്ചു. എടാ, എന്നാലും നീ എങ്ങനെ അവൻ്റെ സ്വഭാവം മാറ്റി? പറ. നിനക്കറിയണമെന്ന് നിർബന്ധമാണോ? ആ, എന്നാ വാ. ദേവനെ ഉമ്മറപ്പടിയിൽ പിടിച്ചിരുത്തിക്കൊണ്ട് കാശി അന്നത്തെ ദിവസത്തെ കെട്ടുകൾ അഴിച്ചു. ശ്രാവണെ നോക്കി കാശി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയപ്പോൾ മുതൽ അവന് വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു. അങ്ങോട്ട് പോയി സംസാരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പോലും മനസ്സതിനെ അനുവദിച്ചിരുന്നില്ല. നിലാവുള്ള രാത്രി ആദിവാസി ഊരിലെ ഒരു കൂട്ടം മനുഷ്യർ തീ കൂട്ടിയിട്ട് ചുറ്റുമായി നിന്ന് പ്രാകൃത രീതിയിലുള്ള നൃത്തം ചെയ്യുകയായിരുന്നു. അതുതന്നെ നോക്കിയിരിക്കുകയായിരുന്നു ശ്രാവൺ.
പെട്ടെന്നാണ് കാശി അടുത്തേക്ക് വന്നിരുന്നത്. സംസാരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പോലും അവൻ്റെ വാശി അതിനനുവദിച്ചില്ല. എന്താണ് അവരെ തന്നെ നോക്കിയിരിക്കുന്നത്? ഇത് പഠിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? കാണും. നീയല്ലേ മോന്? നീ എന്തിനാ കാശി എന്നെ രക്ഷിച്ചത്? നീ എൻ്റെ ഫ്രണ്ടായതുകൊണ്ട്. ഞാനായിരുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. അങ്ങനെയല്ല, നീയായിരുന്നുവെങ്കിലും അങ്ങനെ ചെയ്യത്തുള്ളൂ. നിനക്കെന്താ അതിത്ര ഉറപ്പ്? ശ്രാവൺ, വാശി അത് മനുഷ്യനെ എത്ര മനസ്സിലുണ്ടെങ്കിലും എവിടെയെങ്കിലും മനസ്സിലൊരു നന്മ കാണും. എങ്ങനെ കഴിഞ്ഞവരാണ് നമ്മൾ. ഇപ്പോൾ കണ്ടില്ലേ, ലക്ഷ്മി അവളുടെ കാര്യം പറഞ്ഞല്ലേ നമ്മൾ പിരിഞ്ഞത്. നീ അവളോട് ചെയ്തത് ന്യായമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു കാലത്ത് ഞങ്ങൾ സ്നേഹിച്ചിരുന്നു. അതിനിടയ്ക്ക് ഒരുത്തി വന്ന് അത് തകർത്തപ്പോൾ അവൾ എന്നെ വിശ്വസിച്ചില്ലല്ലോ. വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു പെണ്ണിന് ജീവിതം കൊടുത്തപ്പോൾ അതിലൊരു കുട്ടിയുമായി അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ അത് ന്യായമാണോ? നിനക്കറിയാമല്ലോ, ഒരു കുറവും വരാതെയാണ് ഞങ്ങൾ അവളെ നോക്കിയത്. എല്ലാം നടത്തിക്കൊടുത്ത് അതിനുമപ്പുറം നിങ്ങൾ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതാണ് അവളെ ഇങ്ങനെയാക്കി മാറ്റിയത്. അന്ന് രാത്രി മുഴുവൻ ഞങ്ങൾ സംസാരിച്ചു. മനസ്സിലുള്ള തെറ്റിദ്ധാരണ മാറ്റി. ഇപ്പോൾ കണ്ടോ, ഓക്കെ ആയി എല്ലാം. അപ്പോൾ നിനക്ക് സമാധാനമായിട്ട് സംസാരിക്കാനൊക്കെ അറിയാം. നീ എന്താടാ ദേവാ എന്നെപ്പറ്റി വിചാരിച്ചത്? ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി? സ്വന്തമായി ഒരു കമ്പനി തുടങ്ങണം. ഞാൻ വിചാരിച്ചാൽ കിട്ടാത്ത പ്രോജക്റ്റ് ഇല്ല. അതാണ് നല്ലത്. എത്രയെന്ന് പറഞ്ഞാലും അത് അയാളുടെ കമ്പനിയല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട്, രാധുവിനെ നന്നായി നോക്കിക്കോണേ. എന്നെ വിശ്വസിച്ച് വന്ന പെണ്ണല്ലേടാ, ഞാൻ നോക്കും. പക്ഷേ പരസ്പരം മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം. അപ്പോൾ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഇനി ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. എൻ്റെ ഭാര്യയെ ഞാൻ പോയി സ്നേഹിക്കട്ടെ. അതും പറഞ്ഞിട്ട് പോകുന്ന കാശിയെ നോക്കി ദേവൻ ചിരിച്ചു. മുറിയിൽ കുളി കഴിഞ്ഞ് വന്ന് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു പാർവതി. അവൾ തോർത്തുകൊണ്ട് മുടി മുകളിലേക്ക് വാരിക്കെട്ടി വെച്ചു. ശേഷം ഒരു നുള്ള സിന്ദൂരമെടുത്ത് സീമന്തരേഖയിൽ ചാർത്തി. പെട്ടെന്നാണ് അവളെ പിറകിൽ നിന്ന് ആരോ പുണർന്നത്. കാശിയേട്ടാ. അവളുടെ വിളിക്ക് പതിയെ മൂളിക്കൊണ്ട് അവൻ അവളുടെ പിൻകഴുത്തിൽ പതിയൊന്ന് ചുംബിച്ചു. എന്താ ഇത്? എന്ത്? പിന്നല്ലാതെ എൻ്റെ അല്ലേ? ആണോ? ആ. അവളുടെ ചുണ്ടുകൾക്ക് നേരെ അടുത്ത് വരുന്ന അവൻ്റെ മുഖം അവളെ ഒരു മാസ്മരിക ലോകത്തേക്ക് എത്തിച്ചിരുന്നു. പെട്ടെന്നാണ് അച്ഛാ മുറിയിലേക്ക് കണ്ണൻ ഓടി വന്നത്. എന്താടാ കട്ടുറുമ്പേ? കട്ടുറുമ്പോ? പിന്നല്ലാതെ ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് നീ കയറി വന്നില്ലേടാ കട്ടുറുമ്പേ. അമ്മേ, അച്ഛൻ എന്നെ വിളിച്ചത് കേട്ടോ? മറുപടി നൽകാതെ പാർവതി രണ്ടുപേരെയും നോക്കി ചിരിച്ചു. പിന്നല്ലാതെ എനിക്കെൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് സ്നേഹിക്കാൻ ആരും ഇല്ലല്ലോ അച്ഛാ. നിനക്കും കാണും എൻ്റെ മോനെ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരുത്തി. ആ വലിയ മുറിക്കുള്ളിൽ അവരുടെ കളിച്ചിരികൾ ഉയർന്നു. കാശിയുടെയും പാർവതിയുടെയും ജീവിതത്തിൽ ഇനിയൊരു തടസ്സങ്ങളും ഇല്ലെന്ന് നമുക്ക് വിശ്വസിക്കാം.